ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. ഒരാളുടെ ശരീരത്തിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അയാളുടെ ശരീരം ഒരു പ്രത്യേക ആകൃതിയിലായിരിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് ഒരു പ്രത്യേകമായ നിറമുള്ളതിന് അതിന് ആരാണ് ഉത്തരവാദി? അയാളാണോ? അയാളാണ് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യർക്കും അവരവർക്ക് ആവശ്യമുള്ള ശരീരങ്ങള് ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നല്ലവണ്ണം വെളുത്ത ശരീരങ്ങള്, അല്ലെങ്കിൽ ഒതുങ്ങിയ ശരീരങ്ങള്, മെലിഞ്ഞ ശരീരങ്ങള്, സുന്ദരമായ ശരീരങ്ങള്, ഇങ്ങനെയൊക്കെ പോയി വാങ്ങാമല്ലോ. അവരവരുടേതാണ് ഉത്തരവാദിത്വമെങ്കിൽ. പക്ഷെ ഒരു മനുഷ്യന് കിട്ടുന്ന ശരീരം എന്ന് പറയുന്നത് അത് അവന്റെ മാതാപിതാക്കൾ കൊടുക്കുന്ന ശരീരമാണ്. മാത്രമല്ല, ആ ശരീരത്തിന്റെ ഘടനയിൽ വേറെ പല ഘടകങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജീനോ അല്ലെങ്കിൽ പാരമ്പര്യ ഘടകങ്ങളോ ഒക്കെ. പക്ഷേ ഒരാളുടെ ശരീരം ആ രീതിയിലായതിന്, അത് കുറച്ച് തടിച്ചു പോയതാണെങ്കിൽ അതിന്, അല്ലെങ്കിൽ കറുത്തു പോയതിന്, അല്ലെങ്കിൽ മെലിഞ്ഞതിന്, അല്ലെങ്കിൽ ഉയരം കൂടിയതിന്, അല്ലെങ്കിൽ ഉയരം കുറഞ്ഞതിന്, അതുപോലെ തന്നെ സൗന്ദര്യം കുറഞ്ഞതിന്, സൗന്ദര്യം കൂടിയതിന്, ഇതിനൊക്കെ അയാൾ അല്പം പോലും ഉത്തരവാദിയല്ല. കാരണം അയാളല്ല ഈ ശരീരം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അയാളല്ല ഈ ശരീരം വാങ്ങിയത്. ഇത് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനവും അല്ല. അപ്പോൾ പിന്നെ ഒരാളുടെ ഉത്തരവാദിത്വത്തിലല്ലാത്ത, അല്ലെങ്കിൽ ഒരാള് കാരണക്കാരനല്ലാത്ത, അല്ലെങ്കിൽ അയാളുടെ ഒരു തിരഞ്ഞെടുപ്പ് മോശമായതുകൊണ്ട് മോശമാകാവുന്ന ഒന്നല്ല ശരീരം എന്നിരിക്കെ, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിന് ഒരാള് യാതൊരു തരത്തിലും ഉത്തരവാദിയല്ല എന്നിരിക്കെ അയാളുടെ ശരീരത്തെ നിന്ദിക്കുക, കളിയാക്കുക, പരിഹസിക്കുക എന്ന് പറയുന്നത് അത് എവിടുത്തെ ന്യായമാണ്? അതിന്റെ യുക്തി എന്താണ്? തടിച്ച ശരീരമുള്ള ഒരാളെ ബോഡി ഷെയ്മിങ് നടത്തി കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ തടിച്ച ശരീരത്തെ മാറ്റിയെടുക്കാൻ കഴിയുമോ? അയാൾക്ക് അയാളുടെ തടിച്ച ശരീരം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കടയിൽ കൊടുത്തിട്ട് ഒരു മെലിഞ്ഞ ശരീരം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? അല്ലെങ്കിൽ കറുത്ത ശരീരമുള്ള ഒരാൾക്ക് അത് എവിടെയെങ്കിലും കൊടുത്തിട്ട് വെളുത്ത ശരീരം വാങ്ങാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.